ആനാട് പെരിങ്ങാവൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ സ്കന്ദഷഷ്ടിയോടനുബന്ധിച്ചുള്ള ഉത്സവ പരിപാടികളുടെ ദൃശ്യാവിഷ്കരണവും ക്ഷേത്ര ചരിത്രവും. നമസ്തേ സച്ചിദാനന്ദ, നമസ്തേ ഭക്തവത്സല, നമസ്തേ ഗിരിവാസ, ശ്രീ കാർത്തികേയ നമസ്തുതേ. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് നാടിൻ്റെ ആദിദേവനായി കുടികൊണ്ട അദ്ഭുത ചൈതന്യസ്ഥാനമാണ് ആനാട് പെരിങ്ങാവൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. വർഷങ്ങൾക്ക് മുമ്പ് കരിങ്കല്ലിൽ നിർമ്മിതമായ ഒരു കൊച്ചു ക്ഷേത്രമായിരുന്നു ഇത്. ക്ഷേത്രപ്പഴമ കേട്ടറിഞ്ഞ് ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രസന്നിധിയിലെത്തിയിരുന്നു. വർഷങ്ങളുടെ പഴക്കത്താൽ ക്ഷേത്രം ജീർണാവസ്ഥയെ പ്രാപിച്ചപ്പോൾ പുനരുദ്ധാരണം നടത്തി. പുനഃപ്രതിഷ്ഠ നടത്തിയപ്പോൾ വിഗ്രഹത്തിന്റെ ചൈതന്യം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. പ്രതിഷ്ഠ നടത്തുന്നതിനായി വിഗ്രഹം കയ്യിലെടുത്തപ്പോൾ ഒരു പ്രത്യേക വൈബ്രേഷൻ, അതായത് തിളയ്ക്കുന്ന രീതിയിൽ ഒരു ശക്തി വിഗ്രഹത്തിനുള്ളതായി തന്ത്രിമാർക്ക് അനുഭവപ്പെട്ടു. അത്യപൂർവമായി മാത്രമേ ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങൾ കാണപ്പെടുകയുള്ളൂ എന്നാണ് തന്ത്രിമാർ അഭിപ്രായപ്പെട്ടത്. പല പല പൂജാരിമാർ തലമുറകളോളം പൂജിച്ചാരാധിച്ചതിൻ്റെ ശക്തിവിശേഷം ഈ ക്ഷേത്രത്തിനുണ്ട്. ക്ഷേത്രത്തിന് പുറത്ത് ശ്രീ ഗണപതിയും അകത്ത് ശ്രീ ബാലസുബ്രഹ്മണ്യനും പ്രതിഷ്ഠിതമായിരിക്കുന്നു. ഗണപതിയുടെ വിഗ്രഹം കരിങ്കല്ലിൽ തീർത്തതാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അകത്തും പുറത്തുമായി ദേവസഹോദരന്മാർ നിലകൊള്ളുന്ന ക്ഷേത്രമാണിത്. വിശാലമായൊരു ക്ഷേത്രക്കാവ് ഉണ്ടായിരുന്നു. ക്ഷേത്രക്കുളവുമുണ്ട്. ശ്രീകോവിലിന് പുറത്ത് ശാസ്താവിൻ്റെ പ്രതിഷ്ഠ കാണാം. ശാസ്താവിന് ഇവിടെ വളരെ പ്രാധാന്യമുണ്ട്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ കടാക്ഷം അനുഭവവേദ്യമായ ധാരാളം ഭക്തജനങ്ങൾ നാട്ടിലും അന്യദേശങ്ങളിലുമുണ്ട്. എല്ലാ മാസവും മുരുകന് പ്രാധാന്യമുള്ള ഷഷ്ടിവ്രതം സ്ത്രീകൾ അനുഷ്ഠിച്ചു പോരുന്നു. സ്കന്ദഷഷ്ടി ഉത്സവകാലത്ത് ആയിരക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി ഷഷ്ടിവ്രതം അനുഷ്ഠിച്ചു വരുന്നു. 6 ദിവസത്തെ ഉത്സവത്തിന് ഒരു നേരം മാത്രം നെല്ലരിച്ചോറ് ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിക്കഴിച്ച് വ്രതം നോൽക്കുന്നു. 6-ാം ദിവസം കരിക്കും പഴങ്ങളും നിറച്ച തട്ടപൂജ നടത്തി രാത്രിയിൽ പഴവർഗ്ഗങ്ങൾ കഴിച്ച് പിറ്റേ ദിവസം രാവിലെ തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കുന്നു. ഈ 6 ദിവസവും ആയിരക്കണക്കിന് സ്ത്രീകളെ കൊണ്ട് ക്ഷേത്രവും പരിസരവും നിറഞ്ഞിരിക്കും. ഈ ക്ഷേത്രത്തിലെ സ്കന്ദഷഷ്ടിയും കാവടിയാട്ടവും വളരെ വിശേഷമാണ്. നിരവധി ഭക്തരാണ് ഷഷ്ടിവ്രതം നോൽക്കുന്നതിനും കാവടിയാടുന്നതിനുമായി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. മനുഷ്യ മനസ്സുകളിൽ ഭക്തിയുള്ളിടത്തോളം കാലം ക്ഷേത്രവും ക്ഷേത്ര പെരുമയും നിലനിൽക്കും. ചരിത്ര പ്രാധാന്യമർഹിക്കുന്നത് ചരിത്രപ്രസിദ്ധവുമായ ആനാട് പെരിങ്ങാവൂരപ്പൻ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ 20ാമത് സ്കന്ദഷഷ്ടി ഉത്സവമാണ് നടന്നു വരുന്നത്. കഴിഞ്ഞ 20 വർഷക്കാലമായി വളരെ വിപുലമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഈ കാവടി സ്കന്ദഷഷ്ടി മഹാഉത്സവം വളരെ ചരിത്ര പ്രാധാന്യത്തോടു കൂടിയാണ് ഈ ആനാട് പ്രദേശത്ത് നടന്നു വരുന്നത്. 1500 പരം വർഷങ്ങൾ പഴക്കമുള്ള ആനാട് ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇന്ന് ഒരു ജനകീയ ട്രസ്റ്റിൻ്റെ കീഴിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നത്. പുരാതനമായി ഈ പ്രദേശത്തെ ജനങ്ങൾ നൂറ്റാണ്ടുകളായി വളരെയധികം വിശ്വാസമർപ്പിച്ച് പൂജ നടത്തുകയും ഈ ക്ഷേത്രത്തിൽ ആരാധന നടത്തുകയും ചെയ്ത കടന്നുപോയ ഒരു തലമുറയുടെ പിൻഗാമികളായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഈ ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ കടലാടിമന എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തിന് കേരളത്തിൽ 18 ക്ഷേത്രങ്ങൾ ഉള്ളതിൽ ഒരു ക്ഷേത്രമായിട്ടാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രം നേരത്തെ ആദരണനായ ശ്രീ ജി കൃഷ്ണൻ പോറ്റിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമാണ് പൂജ നടത്തി വന്നത്. എന്നാൽ ശ്രീ ജി കൃഷ്ണൻ പോറ്റി അദ്ദേഹം ആനാട് ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം അധ്യാപകനും ഹെഡ് മാസ്റ്ററുമായിരുന്നു.
അദ്ദേഹം നിരവധി ക്ഷേത്രങ്ങളിലെ തന്ത്രിയായും പൂജാരിയും ഒക്കെയായി പ്രവർത്തിച്ച വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വാർദ്ധക്യ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രം പൂജ നടത്തി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമെല്ലാം നമ്മുടെ നാട്ടുകാരെ വിളിച്ച് അറിയിച്ചതിന് ശേഷമാണ് ഈ പ്രദേശത്തെ നാട്ടുകാർ ഒരുമിച്ച് കൂടി ഇത് ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്യുകയും ക്ഷേത്രവക വസ്തുക്കൾ നേരത്തെ ഞാൻ പറഞ്ഞ മലപ്പുറം ജില്ലയിലെ കടലാടിമണി ക്ഷേത്രത്തിലെ കുടുംബത്തിലെ പിൻതലമുറക്കാർ ഈ ക്ഷേത്രത്തിന് ഉണ്ടായിരുന്ന സ്വത്തുവകകളെല്ലാം ക്ഷേത്ര ട്രസ്റ്റിന് കൈമാറുകയും അതിനുശേഷം ട്രസ്റ്റ് ഏറ്റെടുത്ത് ക്ഷേത്ര പുനരുദ്ധാരണം നടത്തുകയുണ്ടായി. പുരാവസ്തു ഗവേഷണരുടെ കണക്കനുസരിച്ച് ഈ ക്ഷേത്രത്തിന് 1500 പരം വർഷം പഴക്കമുണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരിപൂർണമായി കരിങ്കല്ലിൽ നിർമ്മിതമായ ഈ ക്ഷേത്രം അകത്ത് ബാലസുബ്രഹ്മണ്യ പ്രതിഷ്ഠയും കരിങ്കല്ലിൽ തന്നെ തീർത്ത ഗണപതിയുടെ വിഗ്രഹവും അത്യപൂർവമായി ക്ഷേത്രങ്ങളിൽ കാണുന്ന ഒരു പ്രതിഷ്ഠയാണ്. അപ്പം ജീർണത കൊണ്ട് നശിച്ചുപോയ ഒരു ക്ഷേത്രം പഴമയുടെ ഒരു സന്ദേശമായി അല്ലെങ്കിൽ പഴമയുടെ ഒരു പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സ്മാരകമായിട്ടാണ് ഈ ക്ഷേത്രത്തെ ഞങ്ങൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര പുനരുദ്ധാരണം നടത്തിയപ്പോൾ ക്ഷേത്രത്തിന് നേരത്തെ ഉണ്ടായിരുന്ന കരിങ്കല്ല് നിർമ്മിതമായ ക്ഷേത്രത്തിൻ്റെ രൂപത്തിലോ ഭാവത്തിലോ ഒരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന തീരുമാനത്തിലാണ് പഴയ ക്ഷേത്രം പൊളിച്ചു മാറ്റി അതേ രീതിയിൽ പുതിയ ക്ഷേത്രം പണിഞ്ഞത്. ഏകദേശം 1.5 കോടിയോളം രൂപ നാട്ടുകാരുടെയും എല്ലാ ജാതി മത വിഭാഗങ്ങളുടെയും സഹായത്തോടു കൂടിയാണ് ഈ ക്ഷേത്രം പുതുക്കി പണിഞ്ഞത്. അതിനുശേഷം ഈ ക്ഷേത്രത്തിൽ എല്ലാ മാസവും ഷഷ്ഠി വ്രതമനുഷ്ഠിച്ച് നൂറുകണക്കിന് സ്ത്രീകളാണ് തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്നെ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളവരുമായ സ്ത്രീജനങ്ങൾ എല്ലാ മാസവും ഷഷ്ഠി വ്രതം അനുഷ്ഠിക്കാൻ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറ്. അപ്പോൾ ഈ സ്കന്ദഷഷ്ഠി മഹോത്സവം നടക്കുന്ന ഈ അവസരത്തിൽ ആയിരക്കണക്കിന് സ്ത്രീജനങ്ങളാണ് ഒരാഴ്ച വ്രതമെടുത്ത് ഈ ക്ഷേത്ര ആചാരങ്ങളിലും ഉത്സവങ്ങളിലും പങ്കെടുക്കും. വളരെ കുറച്ചു പേര് ചേർന്ന് ആരംഭിച്ച കാവടി, ആ കാവടി അനുഷ്ഠാനം ഇന്ന് ഏകദേശം ഈ വർഷം 350ഓളം പേര് വ്രതമെടുത്ത് കാവടി അനുഷ്ഠാന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. ഓരോ വർഷം കഴിയും തോറും കാവടി ചടങ്ങുകളിൽ അല്ലെങ്കിൽ കാവടി എണ്ണത്തിൽ വലിയ വർധനവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ചേരാറ്. കഴിഞ്ഞ ഒരാഴ്ച 2-ാം തീയതി ആരംഭിച്ച ഉത്സവ ചടങ്ങുകൾ നാളെ സമാപിക്കുകയാണ്. നാളെ പാങ്കോട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും കരിപ്പൂര് കോട്ടപ്പുറം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും അതുപോലെ മൂവൂർ തുണ്ടിക്കര ക്ഷേത്രത്തിൽ നിന്നും 3 മേഖലകളിൽ നിന്നായിട്ടാണ് കാവടി ഘോഷയാത്ര കടന്നു വന്ന് 12 മണിയോടുകൂടി ക്ഷേത്ര കാമ്പൗണ്ടിൽ എത്തിച്ചേർന്നത്. വളരെ പ്രാധാന്യവും വളരെയധികം വിശ്വാസവും ഈ പ്രദേശത്തെ ഭക്തജനങ്ങൾക്ക്, അത് ജാതിമത ഭേദമന്യേ എല്ലാ സമുദായത്തിൽപ്പെട്ടവരും എല്ലാ ജാതി വിഭാഗത്തിലുള്ള ആൾക്കാരും ഈ ക്ഷേത്രത്തിലെ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ കാവടി ഘോഷയാത്ര വലിയ ഒരു ഉത്സവമായിട്ടാണ് ഈ പ്രദേശത്തെ ജനങ്ങളും ഭക്തരും കാണുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ ക്ഷേത്ര ട്രസ്റ്റും അതുപോലെ ഉത്സവ കമ്മിറ്റിയുമെല്ലാം കാര്യമായി നടത്തുകയാണ്. ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ, പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും മറ്റ് മെഡിക്കൽ മേഖലയിലെ ഇവരുടെ എല്ലാ സേവനങ്ങൾ കൊണ്ട് ഒരു അപാകതകളുമില്ലാതെ നല്ല രീതിയിലുള്ള ഒരു ഉത്സവമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ സംഘാടകർ.
അതിനകത്ത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനപ്രതിനിധികളും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആൾക്കാരും എല്ലാവരും കൂടി ഒരു നാടിൻ്റെ ജനത ഒരുമിച്ച് തൊഴിലാളി സുഹൃത്തുക്കൾ, വിഭജന പ്രസ്ഥാനങ്ങൾ, നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, വ്യാപാരി വ്യവസായികൾ എല്ലാവരും ഒത്തൊരുമിച്ച് നടത്തുന്ന ഒരു വലിയ ഉത്സവമാണ് ആനാടിനെ സംബന്ധിച്ചിടത്തോളം ആനാട് പെരിങ്ങാവൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം. അടുത്ത എപ്പിസോഡിൽ കാവടിയാട്ടവും ക്ഷേത്രത്തിലെ മറ്റു വിശേഷങ്ങളും കാണാം.